ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കിന്ന് നീതീകരണം എന്ന വിഷയത്തെ പറ്റി കുറച്ച് സമയം ധ്യാനിക്കാം. നീതീകരണം എന്ന വിഷയം നിസ്സാരമായ ഒരു വിഷയമല്ല, നമ്മുടെ നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയം തന്നെയാണ്. ഒരുപക്ഷെ പലർക്കും ഈ വിഷയത്തെപ്പറ്റി വലിയ അറിവില്ല എന്നുള്ളതാണ് സത്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതൽ 46 വരെയുള്ള വചനം നമ്മൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ ഹെഡിങ് ഇപ്രകാരമാണ്: അവസാന വിധി. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളി മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരുന്നുകൊണ്ട് സകല ജനത്തെയും വിധിക്കുവാനായി തൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടുന്ന ഭാഗമാണത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈശോ വലതുഭാഗത്ത് നിൽക്കുന്നവരോട് പറയുന്ന കാര്യമാണ്. അവിടുന്ന് പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചു, കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, എന്നെ സ്വീകരിച്ചു, കാരാഗൃഹത്തിലായിരുന്നു, വന്ന് കണ്ടു, തുടങ്ങിയ കാര്യങ്ങൾ ഈശോ പറയുന്നുണ്ട്. അതിനുശേഷം ഇവരോട് പറയുന്നു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:37 നീതിമാന്മാര് വലതുഭാഗത്ത് ആയിരിക്കുന്നവരാണ്. വീണ്ടും ഇത് ചെയ്യാത്ത ആൾക്കാര്, മറ്റുള്ളവരെ സഹായിക്കാത്തവര്, ഇവര് നീതിരഹിതരായ ആൾക്കാര്, അല്ലെങ്കിൽ നരകശിക്ഷയ്ക്ക് യോഗ്യരായവര്. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: മറ്റുള്ളവരെ സഹായിച്ചപ്പോൾ അത് എന്നെ തന്നെയാണ് സഹായിച്ചത്. ഇത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത വ്യക്തികള് ഈശോയ്ക്കാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തത്. ചെയ്തു കൊടുക്കാതിരുന്നവര് ഈശോയ്ക്ക് ചെയ്തു കൊടുക്കാതിരുന്നു. നമ്മളിത് വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു തെറ്റായ ധാരണ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അവസാനം ഇത് വചനം അവസാനിപ്പിക്കുമ്പോൾ ഇത് ചെയ്തവര്, മറ്റുള്ളവരെ സഹായിച്ചവര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായും മറ്റുള്ളവർ നരകത്തിൽ എറിയപ്പെടുന്നതായും നമ്മൾ കാണുന്നു. അപ്പോൾ മറ്റുള്ളവരെ സഹായിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാമെന്നൊരു ചിന്ത, മറ്റുള്ളവരെ സഹായിക്കുക മാത്രം ചെയ്താൽ മതി സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരാളെ സഹായിച്ചു, അവൻ്റെ കാര്യത്തിൽ ഇടപെട്ടു, എനിക്ക് സ്വർഗത്തിൽ പോകാമെങ്കിൽ ഞാൻ എന്തിന് യേശുവിനെ പ്രഘോഷിക്കണം? അതുമാത്രമല്ല, നിരീശ്വരവാദികള്, ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തവര്, നമുക്കറിയാം യേശു മാത്രമല്ല മറ്റു മതസ്ഥർക്ക് ദൈവങ്ങളുണ്ടല്ലോ, അവയിലൊന്നും വിശ്വസിക്കാത്ത നിരീശ്വരവാദികളുണ്ട്. ഇവരും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമില്ലെന്ന് പറയുന്ന അവരും സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതായിട്ട് വരും. ഇവിടെ 25 മുതൽ 31 മുതൽ 46 വരെയുള്ള ഈ തിരുവചനത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 37-ാം തിരുവചനത്തിൽ നീതിമാൻ എന്നെഴുതിയിരിക്കുന്നു, 46-ാം തിരുവചനത്തിലും നീതിമാൻ എന്നെഴുതിയിരിക്കുന്നു. നീതിമാനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ആരാണ് നീതിമാൻ? ഈ വിഷയമാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. പഴയ നിയമത്തില് മോശയിലൂടെയാണ് ദൈവം പ്രമാണങ്ങൾ നൽകിയത്. കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ മോശയിലൂടെ നൽകി. ഈ പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവനെയാണ് പഴയ നിയമത്തിൽ നീതിമാൻ എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ളൊരു നീതിയുണ്ട്. അർഹിക്കപ്പെട്ടവർക്ക്, ആർക്കാണോ അർഹതയുള്ളവര് അവർക്ക് കൊടുക്കുക എന്നത്, അതാണ് ഈ ലോകത്തിന്റെ നീതി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവനാണ് നീതിമാൻ. ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശുമരണം, എൻ്റെ ഈശോ എനിക്ക് പകരം കാൽവരി കുരിശിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉത്ഥാനം ചെയ്ത് എന്നെ രക്ഷിച്ചു, എന്നെ നീതിമാനാക്കി എന്ന് ഞാൻ വിശ്വസിക്കണം.
ഇവിടെയാണ് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ. നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഗലാത്യ പ്രവചനം 2:21 പറയുന്നുണ്ട്, നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് ന്യായീകരണമൊന്നുമില്ല. അതായത് പഴയ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ആ പഴയ നിയമം, മോശയുടെ നിയമം, അണുവിട വ്യതിചലിക്കാതെ അനുസരിച്ച് ആ പ്രമാണങ്ങളെല്ലാം നമ്മൾ പാലിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെങ്കിൽ എന്തിനാണ് യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, നമുക്ക് പകരം കുരിശിൽ മരിച്ചത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനത്തില് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിയമം പാലിക്കുന്നത് കൊണ്ട് ഒരുവനും നീതിമാനാകുകയില്ല, നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് കൊല്ലരുത് എന്ന പ്രമാണം, പഴയ നിയമത്തിൽ അത് ഫിസിക്കലായിട്ട് ഒരാളെ കൊല്ലണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ 1 യോഹന്നാൻ 3:15 പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. നാം ഒരാളെ വെറുത്താൽ നാം കൊലപാതകം ചെയ്യുന്നു. ഒരു സ്ത്രീയെ തെറ്റായി നോക്കിയാൽ വ്യഭിചാരം ചെയ്യുന്നു. നിയമത്തിന് വ്യത്യാസം വന്നു. പഴയ നിയമത്തിൽ ഇതൊക്കെ ഫിസിക്കലായിട്ട് നടക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ ചിന്തയിൽ വന്നാൽ മതി, നോട്ടത്തിൽ വന്നാൽ മതി, നമ്മൾ വെറുത്താൽ മതി. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, ഒരാൾ നിയമങ്ങളെല്ലാം അനുസരിക്കുകയും ഏതെങ്കിലും ഒന്നിൽ വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാറ്റിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ 10 പ്രമാണവും ലംഘിച്ചു. പ്രിയപ്പെട്ടവരെ, നിയമമനുസരിച്ച് ഒരാൾക്കും സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. റോമാക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 21 മുതലുള്ള തിരുവചനം, നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഈ നീതീകരണം എന്ന് പറയുന്നത് സൗജന്യമാണ്. എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-9 തിരുവചനം, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങളെ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്, അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷകൻ വായിക്കുമ്പോൾ നമ്മൾ പ്രവൃത്തി കാണുന്നു. മറ്റുള്ളവരെ സഹായിച്ചു, മറ്റുള്ളവര് കാരാഗ്രഹത്തിലായിരുന്നവരെ കണ്ടു, ഇതെല്ലാം പ്രവൃത്തി കാണുന്നു. എന്നാൽ വചനം പറയുന്നു, രക്ഷ എന്ന് പറയുന്നത് പ്രവൃത്തികളുടെ ഫലമല്ല, യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ് രക്ഷ. അതിൽ വിശ്വസിക്കണം. അപ്പോൾ പിന്നെ വിശ്വസിച്ചാൽ മാത്രം മതിയോ? പോരാ. ഈ മത്തായി സുവിശേഷകൻ പറയുന്ന വചനഭാഗം യേശു രേഖപ്പെടുത്തിയിരിക്കുന്ന, യേശു പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ കുരിശുമരണത്തെ പൂർണ്ണമായി വിശ്വസിച്ചതിന് ശേഷം ചെയ്യുന്ന സൽപ്രവൃത്തികൾക്ക് മാത്രമേ വിലയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈശോ എനിക്ക് പകരം കുരിശിൽ മരിച്ചു, എന്നെ രക്ഷിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. തുടർന്ന് നമുക്ക് എല്ലാ സൽപ്രവൃത്തികളും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ വചനം ശ്രവിച്ച എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങാണ് ഏകരക്ഷകനെന്ന്, അങ്ങനെ രക്ഷിച്ചുവെന്ന് സ്വീകരിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള കൃപ എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ.